എൻ്റെ ആശീർവാദം വേറൊരുവൻ്റെ മേൽ വന്നു എന്ന് പറയുന്നു. എനിക്ക് മനുഷ്യൻ നശിച്ചു പോകുന്ന ഒന്ന് കൊടുക്കുവാൻ ഒരാളോട് അവൻ്റെ അമ്മ ബുദ്ധി ഉപദേശിക്കുന്നു. എങ്കിൽ ഞാനാർ? നശിക്കുമാറായിരിക്കുന്നവൻ. ഇയ്യോബ് 29 അധ്യായം 13 വാക്യം. സദൃശ്യവാക്യങ്ങൾ 31 അധ്യായം 1-6 വാക്യങ്ങൾ. ബൈബിളിൽ ഒരേ ഒരു പ്രാവശ്യം കാണുന്ന ഒരു രോഗമാണ് ഞാൻ. ചിലരുടെ സംസാരം എന്നെപ്പോലെ ആയിരിക്കുമെന്ന് ഒരു വാക്യത്തിൽ കാണുന്നു. പുരാതന കാലങ്ങളിൽ ഞാൻ ദുർലഭവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ സുലഭവുമാണ്. എങ്കിൽ ഞാനാർ? അർബുദം. 2 തിമോത്തിയോസ് 2 അധ്യായം 17 വാക്യം. ജയിലിലാണ് ഒരാൾ മൂലം എൻ്റെ പിറവി ഉണ്ടായത്. എൻ്റെ പിറവിക്ക് കാരണമായവന് ഞാൻ ഇഷ്ടനും വിശ്വാസമുള്ളവനുമായിരുന്നു. എങ്കിൽ ഞാനാർ? ഒനേസിമോസ്. ഫിലേമോൻ 1 അധ്യായം 10 വാക്യം. കൊലോസ്യർ 4 അധ്യായം 9 വാക്യം. 6 അക്ഷരമുള്ള എൻ്റെ പേർ ആകെ 2 പ്രാവശ്യമേ ബൈബിളിൽ ഉള്ളൂ. 2 പ്രാവശ്യവും ഒരേ പുസ്തകത്തിലാണ് വരുന്നത്. ഞാനൊരു അപ്പോസ്തലന് കുളിർമയേകിയവനാണ്. എങ്കിൽ ഞാനാർ? ഒനേസിഫെറോസ്. 2 തിമോത്തിയോസ് 1 അധ്യായം 16 വാക്യം. 4 അധ്യായം 19 വാക്യം. എൻ്റെ പേരിൽ ഒരു ധാന്യത്തിൻ്റെ പേരുണ്ട്. ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്ത് വന്നു പാർക്കുന്നവനാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനും കുറച്ചു പേരെ കൂട്ടിക്കൊണ്ട് ഒരു വഴക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നിട്ടുണ്ട്. എങ്കിൽ ഞാനാർ? അരിസ്തർഹോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 27 അധ്യായം 2 വാക്യം. 19 അധ്യായം 29 വാക്യം. 2 അക്ഷരമുള്ള ഞാൻ മരുഭൂമിയിലെ ഒരു പട്ടണമാണ്. ഇസ്രായേലിലെ ഒരു രാജാവ് എന്നിൽ പാർത്തിട്ടുണ്ട്. ഒരുവൻ എന്നെ കീഴടക്കി എൻ്റെ പേര് മാറ്റിക്കളഞ്ഞു. സങ്കീർത്തനത്തിൽ എന്നെ കാണാം. എങ്കിൽ ഞാനാർ? സേല. 1 ശമൂവേൽ 23 അധ്യായം 25 വാക്യം. 2 രാജാക്കന്മാർ 14 അധ്യായം 7 വാക്യം. ഞാൻ ഇശായിയുടെ വംശാവലിയിൽ പെട്ടവനാണ്. എനിക്ക് പെൺമക്കൾ മാത്രമേയുള്ളൂ എന്ന ഒരു വാക്യത്തിൽ പറയുമ്പോൾ വേറൊരു വാക്യത്തിൽ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് ഒരു പേരും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഞാൻ ആര്? ശേഷാൻ. 1 ദിനവൃത്താന്തം 2 അധ്യായം 31-34 വാക്യങ്ങൾ. 3 അക്ഷരമുള്ള ഞാൻ ആകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. മഹാമറവിക്കാരൻ എന്ന ബിരുദവും നിങ്ങൾ എനിക്ക് ചാർത്തി തന്നിട്ടുണ്ട്. ബൈബിളിലെ മലിനന്മാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. എങ്കിൽ ഞാനാർ? അരണ. ലേവ്യാപുസ്തകം 11 അധ്യായം 30 വാക്യം. ഒരു ഭക്ഷണ സാധനമാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ 3 അക്ഷരം സമുദ്രത്തിൽ കാണുന്ന ഒരു വസ്തുവാണ്. അവസാന 2 അക്ഷരം ഒരു പാചക പദാർത്ഥത്തിൻ്റെ പേരും. ചിലർ അവരുടെ ഞെരുക്കകാലത്താണ് എന്നെ അന്വേഷിക്കുന്നത്. എങ്കിൽ ഞാനാർ? മണൽ ചീര. ഇയ്യോബ് 30 അധ്യായം 4 വാക്യം.
ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യമേ ഞാനുള്ളൂ. ഞാൻ വേഗതയേറിയവനാണ്. ഒരാളുടെ ദിവസങ്ങൾ എന്നിലും ശീഘ്രതയുള്ളതാണെന്ന് പറയുന്നു എങ്കിൽ ഞാനാർ? നെയ്ത്തോടം. യോബ് 7-ാം അധ്യായം 6-ാം വാക്യം.